ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ ഒരു ചിക്കൻ ചീസി ഫെറ്റയർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പേര് കേൾക്കുമ്പോൾ ഒരു വലിയ സംഭവമായിട്ടൊന്നും തോന്നണ്ട, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാൽ വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ എന്നും ഞാൻ പറയുന്ന പോലെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന സെലക്ഷൻ വരും, ഓൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് നമ്മളെ റെസിപ്പിയിലേക്ക് പോവാം. അതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നാൽ ഓവറായിട്ട് ടൈറ്റ് ആവാൻ പാടില്ല, മാവ് ഓവറായിട്ട് ലൂസ് ആവാനും പാടില്ല. ആ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. അതിന് ശേഷം ഒരല്പം ഒലിവ് ഓയിൽ, 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മളെ മാവ് നല്ലൊരു സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടും. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. മസാല എന്ന് പറഞ്ഞാൽ ഓവറായിട്ടൊന്നുമില്ല, കുറച്ച് വെജിറ്റബിൾസ് നമ്മൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഓയിൽ ഒഴിച്ച്, ഒലിവ് ഓയിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഒരു ഓണിയൻ സവാള ചെറുതാക്കി അരിഞ്ഞത് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ട് ക്യാപ്സിക്കം ഇതുപോലെ ചെറുതാക്കി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ക്യാരറ്റ്, ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞിട്ട് ഇടണമെങ്കിലും ഇടാം കേട്ടോ, ഒരു പ്രശ്നമല്ല. ഇനി ഒരല്പം ഉപ്പ് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും നമുക്ക് ഓവറായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഞാനിവിടെ എടുത്തേക്കുന്നത് ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട്, ചെറുതാക്കി അരിഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മൊസറല്ല ചീസും ഒരല്പം ട്രയാങ്കിൾ ചീസും ഞാൻ എടുത്തിട്ടുണ്ട്. ട്രയാങ്കിൾ ചീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രീം ചീസ് എടുക്കാം. പിന്നെ നമ്മൾ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇതിൻ്റെ ഡോ എടുത്തിട്ട്, ഇതിൻ്റെ മാവ് എടുത്തിട്ട് 2 ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് ഒരു ബോൾ നല്ല ഒരു അല്പം വലുപ്പത്തിൽ പരത്തി കൊടുക്കാം, നല്ല നൈസായിട്ട് പരത്തി കൊടുക്കാം. അപ്പോൾ ഒരല്പം ഒലിവ് ഓയിൽ ഞാൻ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു ദോശച്ചട്ടി എടുത്തിട്ടുണ്ട്, വലുത്. അതിലേക്ക് ഒരല്പം ഒലിവ് ഓയിലും പരത്തി കൊടുത്ത് ഈ ആദ്യം പരത്തി വെച്ചേക്കുന്ന ലെയർ ഉണ്ടല്ലോ അതിട്ടിട്ട് നമുക്കിതിലേക്ക് ഇതിൻ്റെ ഫില്ലിങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ നമ്മുടെ ക്യാരറ്റും ക്യാപ്സിക്കവും ഒക്കെ വഴറ്റിയ ആ ഒരു മസാല ഉണ്ടല്ലോ അതാദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ പൊരിച്ചത് ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മളിഷ്ടത്തിന് പൊരിക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് തന്തൂരി മസാല ഉണ്ടല്ലോ, തന്തൂരി മസാലയും ഒരല്പം മഞ്ഞളും മുളക് പൊടി ഇട്ടിട്ടാണ് ഇത് പൊരിച്ചെടുത്തേക്കുന്നത്. കുറച്ചുകൂടി ടേസ്റ്റാണ് തന്തൂരി മസാല യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഞാനിവിടെ ചീസുകൾ ഇട്ടിട്ടുണ്ട്, അതായത് ട്രയാങ്കിൾ ചീസും മൊസറല്ല ചീസും ഇട്ട് കൊടുത്ത് നമുക്ക് ബാക്കി ഒരു ലെയറും കൂടി പരത്തി വെച്ചിട്ടില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ സെക്കൻഡ് ലെയർ ഫസ്റ്റ് ലെയറിനെക്കാട്ടിലും ഒരല്പം ചെറുതാക്കിയിട്ടാണ് പരത്തിയെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയറിൽ ആ ഒരു എക്സസ് വരുന്ന ഭാഗം നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ മടക്കി വെക്കാം. അതിന് വേണ്ടി ഞാനിങ്ങനെ പരത്തിയെടുത്തത്. ഇത് കുറച്ചുകൂടി നല്ലതാവും ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ. നമ്മൾ നേരെ ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ ഇത് വിട്ടുപോരാൻ സാധ്യത ഉണ്ട്. ഇത് പോരില്ല. അതാണ് ഞാനിങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക സൈഡ് ഭാഗം. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ച് 2 ഭാഗം ഒന്ന് ഗോൾഡൻ കളറാക്കി മൊരിയിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഒരല്പം ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ചീസി ഫെറ്റയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഞാൻ ഇവിടെ ഒരു പിസ്സ കട്ടർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇഫ്താറിന് വിളമ്പാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസൊക്കെ കാണുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ കണ്ട് അതിലും കമൻറ്റ് ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കീപ് വാച്ചിങ്. താങ്ക് യു.